എന്തായി? ഇതെല്ലാരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ. നോക്കിയേ, നാറ്റെങ്ങനെയുണ്ട്? കറക്റ്റ് സ്കോച്ചിന്റെ സ്മെല്ല്. ഹൈ, എന്തുട്ട് വിചാരിച്ചേ? കുന്നംകുളം അർപ്പായെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മനും വരെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന പാർട്ടിനി വേണ്ടി വന്ന പ്ലാസ്റ്റിക് കൊണ്ട് വൈക്കോല ഉണ്ടാക്കുന്ന എന്തുട്ടായി പറയണേ? ടേസ്റ്റ് എങ്ങനെയുണ്ട്? ടേസ്റ്റും വലിയ വ്യത്യാസമില്ല. ടേസ്റ്റ് കറക്റ്റ് ആവണേ 2 ദിവസം കൊണ്ട് കഴിയണം. നല്ല അസല് തേരട്ടയുടെ എസൻസ് ഇട്ട് വാറ്റിയതാണ്. തനിക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. അതൊക്കെ അങ്ങനെ നേരത്തെ പറയാൻ പറ്റുമോ? ഇത് ട്രേഡ് സീക്രട്ട് ആണ് കളിക്കുന്നത്. എന്ത് പണ്ടാരായാലും അടുത്ത ആഴ്ച 20 കേസ് റെഡി ആവണം, എറണാകുളത്ത് എത്തിക്കാനുള്ള. ഏറ്റവും സാറേ ക്യാപ്പാ വന്നോട്ടെ. 20 അല്ല 200 കേസ് വരെ ഉണ്ടാക്കാൻ എന്നെ സംബന്ധിച്ചൊരു കനമുള്ള കേസല്ലെന്ന്. ഹൈ, പിന്നെ ഇത് ബ്ലാക്ക് ലേബൽ അല്ലാന്ന്. ഈ ഇൻസ്പെക്ടർ എന്ന് പേര് പറഞ്ഞതുകൊണ്ടായില്ലല്ലോ, കണ്ടാ തോന്നണ്ടേ? പണ്ടൊക്കെ PC ആയിട്ട് കയറി ഹെഡായിട്ടൊന്ന് വിലസി ഒടുവിൽ മൂത്ത് ഇൻസ്പെക്ടർ ആവുമ്പോഴേക്കും ഓരോരോ പക്വതയൊക്കെ വരും. പ്രതികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിക്കും. ഇപ്പൊ അത് വല്ലതുമാണോ? ചുമ്മാ കോളേജിൽ ഫുട്ബോളും തട്ടി നടക്കുന്ന പിള്ളേരെ SIയുടെ തൊപ്പിയും വെച്ച് ഒറ്റ തട്ടല്ലേ ഡിപ്പാർട്ട്മെന്റിലേക്ക്. ഈ കുഞ്ഞുങ്ങൾക്ക് വല്ലതും അറിയാവോ? ഒക്കെ ഞങ്ങൾ സീനിയേഴ്സ് പഠിപ്പിച്ചു കൊടുക്കണം. കള്ളു കുടിക്കാനും മനുഷ്യന്മാരിടിക്കാനും അതിത്ര പഠിപ്പിക്കാൻ എന്താ ഉള്ളത് പോലീസ് അമ്പ്രാം? നിന്റെ ഈ ചെളികുത്തല് പോലെ അല്ല ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങൾ, മനസ്സിലായോടാ പെങ്ങ? ഓ, മോളെ രാധ മീൻകറി ആയില്ലേടി? വരുന്നച്ചാ ബഹളം കൂട്ടാണ്ട് കിടന്നു. അമ്മു, നീ ആ കറിയും നോക്കി. എടാ ഇങ്ങ് വാടാ. ഇത് എത്ര കാശുണ്ടടാ? എനിക്കറിഞ്ഞൂടാ. നിനക്ക് അറിഞ്ഞൂടെ? 50 താറാമുട്ടിക്ക് 25 രൂപ എവിടുത്തെ കണക്കാടാ? എനിക്കറിഞ്ഞൂടെ ചേച്ചി, അച്ഛൻ തന്നെ അയച്ചതാ. ആഹാ, നിന്റെ അച്ഛനോടെ ഇത് കത്തിച്ച് നിന്റെ അമ്മയ്ക്ക് വെള്ളം ചൂടാക്കി കൊടുക്കാൻ പറ. ദേ, നാളെ വൈകുന്നേരത്തിന് മുമ്പ് 40 രൂപ മര്യാദയ്ക്ക് ഇവിടെ കൊണ്ട് തന്നില്ലെങ്കിലേ നിന്റെ അച്ഛന്റെ കിടുങ്ങാമണി കൊത്തിയാൽ ഞാൻ താറാവിന് ഇട്ട് കൊടുക്കും. പോയി പറ. പോടവിടുന്ന്. തന്റെ കണകുണ വർത്താനം എനിക്ക് കേൾക്കണ്ട. മാസം 3 ആയി ഒരു നയാ പൈസ പോലും തരാതെ വന്നിരുന്ന് മോന്തിക്കൊണ്ട് പോകുന്നു. ചേട്ടാ, ശമ്പളം കിട്ടാതെ എന്റെ എവിടുന്ന കാശ്? സർക്കാരല്ലയോ എനിക്ക് കാശ് തരുന്ന ചെല്ലപ്പം പിള്ളേ. ഞാൻ സർക്കാരിന്റെ കയ്യിൽ നിന്ന് വാങ്ങി നിങ്ങളുടെ കയ്യിലോട്ട് തരുന്നു. ഞാനൊരു ഇടനില മാത്രം. കഴിയുമെങ്കിൽ നിങ്ങൾ എന്നെ ഒഴിവാക്കി നേരിട്ട് സർക്കാരിൽ നിന്ന് വാങ്ങിച്ചോ. കാശ് തരുന്നത് സർക്കാരാണെങ്കിലേ ഇത് 2 സർക്കാർ വകയാണല്ലോ. ഇത് ഇവിടെ ഇരിക്കട്ടെ. എന്റെ പൊന്നു പെങ്ങളെ കഞ്ഞൂടി മുട്ടിക്കല്ലേ, അതിങ്ങിതാ. കോശ് എടുക്കടോ. നാളെ തരാം. ഇപ്പൊ ഉള്ളത് എടുക്ക്. ആ ബെൽറ്റ് ഒന്ന് വിടന്നേ. താൻ കളിക്കാതെ ഉള്ള കാശ് എടുക്കടോ. ഫസ്റ്റ് ബാക്കി എന്ന് വരും. നാളെ തരാം. പറ്റ തീരുന്നവരെ തനിക്ക് ഷാപ്പിൽ നിന്ന് ഒരു തുള്ളി തരത്തില്ല. അതുവരെ തൊപ്പി മടി ഇവിടെ ഇരിക്കട്ടെ. തൊപ്പിയെങ്കിലും തന്നു വിട്. കൊണ്ടുപോ. എന്ത് പറ്റി അങ്ങത്തെ? ചിരിച്ചോടാ, പുതിയ SI ആണ് ചാർജ് എടുത്തിരിക്കുന്നത്. കേഡ് ലിസ്റ്റ് നിന്റെയൊക്കെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട്. മോള് കുറച്ചു നേരം കൂടെ ഇവിടെ നിൽക്കാം. അച്ഛനൊന്ന് അമ്പലം വരെ പോയിട്ട് വരട്ടെ. ഞങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടെ പ്രാർത്ഥിക്കണേ ചേച്ചി. ഞാൻ പോവാ ചേച്ചി. ശരി. അച്ഛൻ ഇവിടെ തന്നെ ഇരുന്നു. പെരയിലും ഞാൻ ഒറ്റയ്ക്കാ. വെള്ളം കയറിയിട്ട് വന്നാ മതി. ഇല്ല മോളെ, മോള് നടന്നോ, അച്ഛൻ പിന്നാലെ വരാ. പൊന്നുമോളെ, ഇത് കൊണ്ടുപോയി. പാപ്പിയേ, ഒരു 4 ഉപ്പിങ് എടുത്തോ. ഒന്നേ എനിക്കുമല്ലോ അമ്പ്രാ. ഇപ്പൊ എത്രയായി? ദേശം തൊണ്ടറിഞ്ഞില്ല. അയ്യടാ, ഇന്നാ ഞാൻ 4 കുപ്പിക്കാ പറഞ്ഞത്. ഇന്നേ ഓരോ കുപ്പി കുടിച്ചാ മതി എന്ന് പറഞ്ഞാൽ കാശ് ഞങ്ങളല്ലേ? ആ, കാശ് തരുന്നൊക്കെ ശരിയാ. ഉള്ളത് മുഴുവൻ ഇവിടുന്ന് വലിച്ചു കയറ്റും. പിന്നെ പാതിരാ വയലും നാട്ടുകാർക്ക് ചെവിതല കേൾക്കാൻ മേലാതെ ദിവസവും തല്ലും വിളിയും ബഹളമാ. വേണ്ട വേണ്ട. ചേടാ, അതിന് നിനക്കെന്താ വേണ്ടേ? എനിക്കെന്താന്നോ, ചെല്ലപ്പൻ പിള്ളയുടെ കള്ളു കുടിച്ചിട്ടാണെന്നും പറഞ്ഞ് നിങ്ങൾ അമ്മമാര് ഞങ്ങളെ ചീത്ത പറയും. അതിപ്പോ ആരുടെ കള്ളു കുടിച്ചാലും കള്ളല്ലയോ? ചെല്ലപ്പൻ പിള്ളയുടെ കള്ളിന് മാത്രം എന്തത്ര പ്രത്യേകത? കള്ളിന് മാത്രമല്ല, ചെല്ലപ്പൻ പിള്ളയുടെ മോളെ കാണാൻ കൂടിയാ നിങ്ങളിവിടെ വരുന്നതെന്ന് ഗോപിച്ചേട്ടന്റെ അമ്മ അമ്മൂനോട് പറഞ്ഞു. എന്റെ സ്വഭാവത്തിന് ഞാനാല് പറയേണ്ടതാ. എന്റെ അമ്മ ഒരു സത്യം പറഞ്ഞു എന്ന് വെച്ച് നീ എന്തിനാ എത്ര ചൂടാവുന്നത്? എന്താ പറഞ്ഞേ? എന്റെ രാധേ, നിന്നെ കാണാല്ലെങ്കിൽ പിന്നെ എന്തിനാ ഞങ്ങൾ ഈ ഷാപ്പിൽ തന്നെ വരുന്നേ? സത്യം, എന്നെ കാണാനാണ് നിങ്ങൾ ഇവിടെ തന്നെ വരുന്നേ? പിന്നെ അല്ലേ? എന്നാലേ ശരിക്കും
ഉണ്ണി ഉണ്ണി ഞങ്ങളാ കഥ ഉണ്ണി ഗോപിയുടെ അച്ഛനോ എന്തുപറ്റി? ഞങ്ങളുടെ മട മേമനക്കാരുടെ ആൾക്കാർ പൊട്ടിക്കാൻ വന്നു. തടയാൻ ചെന്ന് രവിയും ഗോപിയും പോലീസുകാർ പിടിച്ചോണ്ടുപോയി. എന്താണത്? ദിവസവും രാത്രി ഇവന്മാര് കള്ളും കുടിച്ച് വരമ്പത്തി കിടന്ന് തല്ലും തെറിയും. കൂട്ടത്തിൽ ബഹളവും. ദിവസവന്മാരുടെ തലവഴി ഇതാ. നാട്ടുകാരുടെ പരാതി കൊണ്ട് പൊറുതി മുട്ടി കസ്റ്റഡി എടുത്താണ് സാർ. ഒന്ന് തടവാൻ. ഇങ്ങോട്ട് പറയുക. ഇത് പോലീസ് സ്റ്റേഷൻ അറിയില്ലടാ. നിങ്ങളെ മുടിയല്ലേ? ഇവരോട് ഞാൻ ചോദിക്കട്ടെ. നിലയ്ക്കാൻ വെച്ചിട്ട് മുടിയാ? സത്യം പറ. എന്താ ഉണ്ടായത്? ആ മേമന പണിക്കാരുടെ കൂലിക്കാര് ഞങ്ങളുടെ മട പൊട്ടിച്ചു. അത് തടയാൻ ഞങ്ങൾ ചെന്നതാ. ആളെ അറിയോ? അറിയാം. ആ അച്ഛനും ചന്ദ്രനും മറ്റുമാ. സത്യം പറഞ്ഞില്ലെങ്കിൽ നീയൊന്നും ജീവിതകാലത്ത് നിവർന്നു കിടക്കില്ല. പറടാ, ആര് പറഞ്ഞാ മട പൊട്ടിച്ചത്? അത് പറഞ്ഞാൽ ഞങ്ങളെ കൊല്ലും. പറഞ്ഞില്ലെങ്കിൽ നിന്നെ കൊല്ലാതെ കൊല്ലും. പറയാം. മേമനല്ലേ രമേശൻ മുതലാളി പറഞ്ഞിട്ടാ. ആഹാ, സാറെപ്പോ വന്നു. വരണം സാർ. ഇത് നമ്മുടെ പുതിയ എസ് ഐ ആണ്. എടാ ജോസേ, ഒരു പെഗ് കൂടി കുടിക്കടാ. രമേശ് ഒന്ന് വന്നേ. സോറി, 1 മിനിറ്റ്. ശരി. താൻ കൈതക്കൽക്കാരുടെ മട മുറിക്കാൻ ആളെ വെച്ചോ? അതൊക്കെ ഒരു തമാശയല്ലേ സാർ? ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ചില തമാശകളില്ലെങ്കിൽ ഈ കുട്ടനാട്ടിലെ ജീവിതം ബോറാവില്ല സാർ. കഴിവറയുടെ മോനെ, മറ്റുള്ളവരുടെ ജീവിതം കൊണ്ടാണോ നിന്റെയൊക്കെ തമാശ? ഇറങ്ങണം. ഏത് ദേവേന്ദ്രം എന്ന് പറഞ്ഞാലും നാളെ നേരം എടുത്ത് ഞാൻ വരുന്നവരെ ഇയാളെ പുറത്തു വിട്ടുകൂടാ. വിട്ടാത്തന്റെ തൊപ്പി കാണുകയല്ല, മനസ്സിലായോ? എന്റെ കുഞ്ഞെ, ആരാണോ എന്റെ അനിയനെ കസ്റ്റഡിയിലെടുത്ത്? അത് ഞാനാ, സബ് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണ വാര്യർ. എന്തോ വേണം? ഇവനെ ഇറക്കി വിടണം സർ. ഒരാളെ കസ്റ്റഡിയിലെടുത്താ ഞങ്ങൾക്ക് ഇതിൽ നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. അത് പൂർത്തിയാകാതെ എനിക്കൊന്നും ചെയ്യാൻ വയ്യല്ലോ. ദിവസവും പട്ടുമത്തെ കിടന്ന് ഉറങ്ങുന്നതല്ലേ? പോലീസ് ലോക്കപ്പിൽ കിടക്കുന്ന സുഖം കൂടി അനിയനൊന്നും അറിയട്ടെ. സാറിയല്ലേ? മേമന മാധവ് പണിക്കരുടെ മകനെ കസ്റ്റഡിയിലെടുക്കാൻ മാത്രം താൻ വളർന്നു അല്ലേ? ഓ, അതിന് ഞാൻ പോലും വേണ്ട. ഇവിടുത്തെ കോൺസ്റ്റബിൾമാർ മതി. അവർക്ക് നാണായതുകൊണ്ട് ആ ജോലി ഞാൻ ചെയ്തെന്ന് മാത്രം. എടോ, ആരോടാണ് കളിക്കുന്നതെന്ന് തനിക്ക് ശരിക്കും അറിയില്ല. 24 മണിക്കൂറിനും തന്നെ ഞാൻ കാണിച്ചു തരാം. വിരല് ചൂണ്ടി സംസാരിക്കരുത്. അത് ഞങ്ങൾ പോലീസുകാർക്ക് തീരെ ഇഷ്ടമല്ല. We never tolerate it. Shut your bloody mouth, you idiot. Who the hell you think you are? Don't play your dirty games anymore. കൂടുതൽ വിളച്ചിലെടുത്താലുണ്ടല്ലോ, അനിയന്റെ കൂടെ അണ്ടർവെയറടിച്ച് നിന്നെ ഞാൻ അകത്ത് നിർത്തും. ചൊട്ട കാശിന് വിലക്കെടുക്കാനാവാത്ത ചില ആമ്പിള്ളേരെങ്കിലും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടെന്ന് നിന്റെ മാടമ്പി തന്തയോടൊന്ന് പറഞ്ഞേക്ക്. നാണം കെട്ടവനെ, ഒരു പീക്കർ എസ് ഐയെ കൈകാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാധവ പണിക്കരുടെ മകനാണെന്ന് പറഞ്ഞ് എന്താണ് നടക്കുന്നത്? അച്ഛാ, അത് ഒന്നും പറയണ്ട. കടന്നു പൊയ്ക്കാനോ പിന്നെ വിളിക്കണോ തിരുവനന്തപുരത്തേക്ക്? ആർക്കാണാവോ? തന്റെ മുത്തച്ഛനെ. എടോ, നമ്മുടെ MLA വിളിക്കാൻ. എന്റെ പൊന്നു കുഞ്ഞെ, ഞങ്ങൾ മനസ്സാ വാച അറിഞ്ഞതല്ല. എനിക്ക് ചെയ്യാവുന്നൊക്കെ ഞാൻ ചെയ്തതല്ലേ. ഉത്തരവനുസരിക്കാൻ ഞാൻ ഞങ്ങളുടെ പോലീസുകാരുടെ തൊപ്പി തെറിക്കും. ആരോട് ചോദിച്ചിട്ടാണോ ഇയാളെ പുറത്തിറക്കിയത്? സർ, അത് ഓ, ഉണ്ട ചോറിന് നന്ദിയായിരിക്കും. ഇതേക്കടാ. ഹലോ, പോലീസ് സ്റ്റേഷൻ? യെസ് സർ, ഉണ്ട് സർ. വിളിക്കാം സർ. തിരുവനന്തപുരത്ത് നിന്ന് ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്. ഞാൻ എന്താ വരുന്നു? ഹോൾഡ് ചെയ്യാൻ പറ.
തനിക്ക് പോവാം. യെസ്, സബ് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണൻ. ആ, ആഭ്യന്തരമന്ത്രി കൊടുക്ക്. തിരുവനന്തപുരത്ത് നിന്ന് കോൾ എന്ന് പറഞ്ഞപ്പോ തന്നെ അയാൾ ഇറക്കി വിട്ടു കഴിഞ്ഞു സാർ. ഉണ്ണി, നീ വെറുതെ ഡെസ്പാവണ്ട. ഞാൻ ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്കല്ല വിളിച്ചത്. കാലത്ത് 6 MLA-മാരാ എന്നെ വിളിച്ച് മാധവ പണിക്കരുടെ മകനെ വിടിയിക്കണമെന്നും നിന്നെ സ്ഥലം മാറ്റണമെന്ന് നിർബന്ധിച്ചത്. ഞാനാ നിന്നെ അവിടെ നിയമിച്ചതെന്നും അത് നിന്റെ ആവശ്യപ്രകാരമാണെന്നും നിന്റെ ആവശ്യമെന്ന് പറയുന്നത് എന്റെയും കൂടി ആവശ്യമാണെന്നും നമ്മൾ ഒരു കളരി പയറ്റിയവരാണെന്നും അവന്മാരടുത്ത് പറയാൻ പറ്റുമോ? രാഷ്ട്രീയമല്ലേ മോനെ. ഞങ്ങൾ കളിക്കുന്ന കളിയൊന്നും നിനക്ക് മനസ്സിലാവില്ല. ആരെയും പിണക്കാൻ വയ്യല്ലോ. ചെകുത്താനെയും ദൈവത്തിനെയും ഒരു വണ്ടിക്ക് കെട്ടിയിട്ട് അടിക്കുന്ന പണിയാ ഞങ്ങളുടേത്. പിന്നെ നീ സൂക്ഷിക്കണം. മേമനപ്പണിക്കർ നിസാരക്കാരനല്ല. വലുതാവുന്ന കാര്യത്തിനൊന്നും കയറി പിടിക്കരുത്. പിടിച്ചാലത് പിടിയായിരിക്കണോടാ. വെറുതെ വാല് മുറിയരുത്. നീ എനിക്ക് നാണക്കേട് ഉണ്ടാക്കി വെക്കരുത്. ക്യാരി ഓൺ. വെക്കട്ടെടാ.